നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമുക്ക് ഇസ്മായിൽ ഹനിയുടെ അടുത്ത് പോകുന്നതിന് മുമ്പ് വയനാട്ടിൽ നിന്ന് പരിശോധിക്കാം. തീർച്ചയായും. വയനാട്ടിൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത എന്താണ്? ഏറ്റവും കിട്ടുന്ന വാർത്ത പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം കൃത്യമായിട്ട് അവിടെ നിന്ന് അറിയിച്ചിരുന്നു എന്നാണ്. ഇതിന്റെ സാധ്യത ജൂലൈ 23 അറിയിച്ചു. NDRF സംഘമൊക്കെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു എന്നാണ്. അപ്പം വലിയൊരു വീഴ്ച സർക്കാരിന്റെ ഭാഗത്തുണ്ട്. തീർച്ചയായും രാജ്യസഭയിൽ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് 23 തീയതി കേരള സർക്കാരിന് അറിയിച്ചു, NDRF സംഘത്തെ അയച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും, കാരണം ഈ സർക്കാരിന് ഇതിലൊന്നും താല്പര്യമില്ലല്ലോ, ഒരു സമയമില്ല. സത്യം പറഞ്ഞാൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകൾ വേറെയുമുണ്ട്. അതായത് ഈ പ്രധാനമന്ത്രിയുടെ ഒരു പുതിയ സംവിധാനമുണ്ട്. ഈ ഒരു പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് SMS വരും കാലാവസ്ഥ. അപ്പം ഞാൻ രജിസ്റ്റർ ചെയ്ത് എനിക്ക് വരാറുണ്ട്. ആരോ എന്നോട് പറഞ്ഞ് പരീക്ഷിക്കാൻ നോക്കി, ഈ ദിവസങ്ങളിൽ വലിയ മഴയാണെന്നും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്നുള്ള ഒരു SMS വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, തലേ ദിവസം ഈ പഞ്ചായത്ത്, ഈ പറയുന്ന ഈ മേപ്പടി പഞ്ചായത്ത്, അവിടെ ഒരുപാട് ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു ഈ ഭാഗത്തുനിന്ന്. ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ യഥാർത്ഥത്തിൽ ഉരുൾപൊട്ടിയത്. അപ്പോൾ ഈ മുണ്ടക്കൈയുടെ താഴെയാണ് ചൂരൽമല. ചൂരൽമല കടന്ന് വേണം മുണ്ടക്കൈ പോകാനായിട്ട്. അപ്പം ഈ ചൂരൽമലയിലെ ആളുകളോട് അന്ന് ഞാൻ നുറുദിനോട് ഞാൻ സംസാരിച്ചിരുന്നു, മെമ്പറോട്. അപ്പോൾ ചൂരൽമലയിലെ ആളുകളോട് പറഞ്ഞിരുന്നതാണ്, മാറണം, അത് വലിയ ദുരന്തം വരാൻ പോവാണ്, മാറണം. അപ്പോൾ ചൂരൽമലയിലെ തീരത്തുള്ള പലരും മാറിയിരുന്നു. കുറച്ചുകൂടെ മുകളിൽ ഉള്ളവരാണ് ഇതിനകത്ത് അപകടത്തിൽപ്പെട്ടത്. അപ്പം ഇവിടെ പഞ്ചായത്ത് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു, കേന്ദ്ര സർക്കാർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. ചെയ്യാതിരുന്നത് സംസ്ഥാന റവന്യൂ വകുപ്പിന്. അവരുടെ ഉത്തരവാദിത്വമാണ് ഒരു ദുരന്തം തടയാൻ വേണ്ടി ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ പോലും ഉണ്ടാക്കൂ, ഈ ദുരന്തത്തിൻ്റെ മുഖത്തേക്ക് കേന്ദ്രത്തിൻ്റെ സംവിധാനങ്ങൾ മുഴുവൻ പ്രവർത്തിച്ചു. കേന്ദ്രമന്ത്രി തന്നെ ഇങ്ങോട്ട് അയച്ചിട്ടു. കേന്ദ്രമന്ത്രി അയച്ചു, സൈന്യം, ദുരന്ത നിവാരണ സേന, മൂന്ന് സൈന്യം എത്തി. എല്ലാ അർത്ഥത്തിലും അവർ പ്രവർത്തിച്ചു. ഇവർ വായും പൊളിച്ച് നിൽക്കുക ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ ഭാഗത്തുള്ളൊരു വീഴ്ച ഗൗരവം. കാരണം സർക്കാരിന് കാശില്ലൊന്നിനും. അപ്പോൾ ഇവരത് മുഴുവൻ പരിഗണന കൊടുത്തിരിക്കുന്നത് പിരിവെടുക്കാൻ. ഇപ്പം ഇന്നലെ തന്നെ മുഖ്യമന്ത്രി എത്ര പേര് മണ്ണിനടിയിലാണ് എന്ന് കണ്ടെത്തുന്നതിന് മുമ്പ്, ദുരന്തത്തിന് വ്യാപ്തി അറിയുന്നതിന് മുമ്പ് അങ്ങനെ പത്രസമ്മേളനം വിളിച്ചിട്ട് പൈസ വേണമെന്ന് പറഞ്ഞു. മുമ്പ് അങ്ങനെ ആയിരുന്നല്ലോ. അല്ല, ഞാൻ ചോദിച്ചത്, ഒരു 500 പേരുള്ള ഒരു സ്ഥലത്ത്, ഒരു ഗ്രാമം തന്നെ, ആ ഗ്രാമം തകർന്ന സാഹചര്യം ഉണ്ടായിട്ട് അത് പുനരധിവസിപ്പിക്കാനുള്ള കാശൊന്നും ഇവരുടെ ഇല്ല. അതായത് ഇവരുടെ ഒന്നുമില്ല, ഇവരതിൻ്റെ പേരിൽ കാശ് മേടിക്കുക എന്നുള്ളത് വീണ്ടും ആഘോഷിക്കുക. ഇത് തന്നെയൊക്കെ മാറിയിരിക്കുന്ന കാര്യം. എന്തായാലും അതീവ ഗുരുതരമാണ്. ഞാൻ ഇന്നലെ രാവിലെ തന്നെ പറഞ്ഞിരുന്നു, 200-ന് മുകളിൽ മരണം ഉണ്ടാകുന്നത്. ഇപ്പോൾ 200 മുകളിലേക്ക് എത്തിയിരിക്കുന്നു. 300-400 ആവാം. 400 വരെ പോകാനുള്ള, 350-നും 400 വരെ അധികം ആളുകൾ മരിച്ചാനുള്ള സാധ്യത വളരെ, ഒരുപക്ഷെ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ, എന്തായാലും ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ്. സുനാമി കഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞത് ആ ഒരു സമയത്തുണ്ടായ മുഴുവൻ ദുരന്തങ്ങളോടാണ്. അല്ലേ? ഒരാഴ്ച 2018 സുനാമിയാണ് ഒരു ഇൻസിഡൻറ്റിൽ ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള രണ്ടാമത്തെ വലിയ സംഭവമായി ഇത് മാറുമെന്ന് തീർച്ചയാണ്. ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നമ്മളിവിടെ അഭിനന്ദിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ഈ സൈന്യത്തെയാണ്. അവരുടെ ആ ഒരു ഹെലികോപ്റ്ററൊക്കെ കൊണ്ട് ഇറക്കുന്ന ആളുണ്ടല്ലോ, അത്ഭുതത്തോടെ നമ്മൾ നോക്കി നിൽക്കുകയായിരുന്നു ഇവിടെ എങ്ങനെ ഇറക്കാൻ പറ്റുമെന്നുള്ളത്. ആ സ്ഥലം വല്ലാതെ പാറക്കെട്ടും, മനുഷ്യന് നടക്കാൻ പോലും പറ്റുമെന്ന് സംശയമുള്ള സ്ഥലത്താണ് അവർ മറിഞ്ഞു വീഴുകയാണ് ആളുകൾ, രക്ഷാപ്രവർത്തകർ. അതെ, അതുപോലെ ഈ രക്ഷാപ്രവർത്തകർ ഒരുപാട് പേര് ഇപ്പം ഈ SDPIയുടെയും DYFIയുടെയും ഒക്കെ പോസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അവരെല്ലാം രക്ഷാപ്രവർത്തനം നടത്തുന്നതാണ് കാണുന്നത്. പക്ഷേ അവരൊക്കെ എങ്ങനെ അവിടെ ചെന്നതെന്ന് എനിക്കറിയത്തില്ല. ആരും ചെന്ന് കാണുമോ? ഇത് പലരും ഈ വേഷം കെട്ടിന് വേണ്ടി അവിടെ ചെല്ലുന്നുണ്ടെന്നാണ് മനസ്സിൽ. പലരും തിരിച്ചയക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബൈക്കിലൊക്കെ അവിടെ ചെന്നൊരു സ്ഥലം ഇത് കാണാനൊക്കെ, ഇത് വെറുതെ സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാനും, ഞാൻ അവിടെ ചെന്ന് വലിയ രക്ഷാപ്രവർത്തനം നടത്തി നാട്ടുകാരെ പുറത്ത് എടുത്താണ്ട് ഓരത്ത് ഇറങ്ങി പുറപ്പെടുന്നതാണ്. നമ്മുടെ സൈന്യത്തിൻ്റെ മുന്നിൽ ഇവരാരും എന്താണ്, എത്ര ശക്തമാണ് നമ്മുടെ സൈന്യം. ഒരു കാര്യം കൂടി നമ്മൾ ഇതിലേക്ക് കടക്കുമ്പോൾ പറയേണ്ടതുണ്ട്. ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, അതായത് രക്ഷാപ്രവർത്തനത്തിന് ശേഷമുള്ള ദുരിതാശ്വാസ പ്രവർത്തനമുണ്ട്. ഫണ്ട് ശേഖരിക്കുന്നത് ഒരു വശത്ത്, അതുപോലെ തന്നെ ഈ സാധനങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ വലിയ തോതിൽ സകലയിടത്തുനിന്ന് പിന്നെ ഇപ്പോൾ ഞാൻ മറ്റേ ഷംഷീർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് കുറ്റിയാടിയിലുള്ള ഷംഷീർ, അവിടുന്ന് തന്നെ ഇപ്പം ഒരു 3-4 ലോഡ് പോയി കഴിഞ്ഞു. തിരുവനന്തപുരത്തൊക്കെ പോകുന്നുണ്ട്, എല്ലായിടത്തും പോകുന്നുണ്ട്. വാസ്തവത്തിൽ ഇതൊരു അപകടമാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ അവിടേക്ക് പ്രവേശിക്കാൻ പോലും സാധ്യതയില്ല. എല്ലാ വാഹനങ്ങളും ഒരുമിച്ച് ചെല്ലുമ്പോൾ അല്ല, ഒന്നാമത് ഇത്തരം സാധനം ആവശ്യം വരുന്നില്ല.
2 നാനാഭാഗത്തുനിന്നും മനുഷ്യൻ്റെ ഈ പറയുന്ന സഹായിക്കാനുള്ളൊരു ചിന്ത കൊണ്ട് എല്ലാവരും സാധനങ്ങൾ മേടിച്ചടിച്ച് ഇതൊക്കെ കൊള്ളക്കാർ കൊണ്ടുപോകും, ഇതൊക്കെ ഇതിൻ്റെ ഇടനിലക്കാരുണ്ട്, ഡിവൈഎഫ്ഐക്കാർക്ക് ഇത് മോശക്കാരല്ല, പഴയകാല അനുഭവങ്ങളുണ്ട്, പഴയ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അടിയന്തരമായി സർക്കാർ ചെയ്യേണ്ട ഒരു പരിപാടി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന ഇവരെന്തോ ഒരു കളക്ഷൻ സെൻ്റർ എന്ന് പറഞ്ഞല്ലോ, ഈ കളക്ഷൻ സെൻറ്റർ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യണം. കളക്ഷൻ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഇന്നതാണ്, ഇന്നത് വേണ്ട എന്ന് പറയണം. ഇപ്പം എന്നാന്ന് വെച്ചാൽ വഴി നിൽക്കുന്ന സകല മനുഷ്യരും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക. അപ്പം ഞാൻ കുറച്ച് എത്തിക്കാമെന്ന് ആലോചിച്ചു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനതുമായി ബന്ധപ്പെട്ട ആളോട് ചോദിച്ചു. എല്ലാവരും പറഞ്ഞത് ഞാൻ തന്നെ അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരോടൊക്കെ ഇപ്പോൾ എനിക്കിവിടെ ഈ നമ്മുടെ പങ്കജാഷൻ എന്ന് പറഞ്ഞ് ഈ പൂവാറടുത്ത് ശാന്തിഗ്രാം എന്ന് പറഞ്ഞൊരു ചാരിറ്റി സംഘടന എൻ്റെ സുഹൃത്ത്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ എല്ലാ കാര്യങ്ങളും അപ്പം ഞാൻ പങ്കജാഷനോട് സംസാരിച്ചു. പങ്കജാഷൻ വയനാട് പലരുമായിട്ടും കമ്മ്യൂണിക്കേറ്റർ പറയുന്നത് എന്താ വെച്ചാൽ ഒന്നും വേണ്ടെന്ന് അവർ പറയുന്നത്. അതെ, കാരണം എന്താ വെച്ചാൽ നാനാഭാഗത്തും സാധനങ്ങൾ എത്തുവാണ്. അപ്പോൾ ഈ ആകെ ചെയ്യേണ്ടത്, അടിയന്തരമായി ചെയ്യേണ്ടത് ജില്ലാ കളക്ടറേറ്റിൽ ഈ കളക്ഷൻ സെൻറ്ററിൽ കൃത്യമായ അപ്ഡേഷനുള്ള സംവിധാനം ഉണ്ടാക്കണം. എന്തൊക്കെ സാധനം വേണം എന്നുള്ളത് അവിടെ അന്വേഷിക്കണം. അവിടെ ഉള്ളവർക്ക് അറിയത്തുള്ളൂ. അതെ, വസ്ത്രം വേണോ, ഭക്ഷണം വേണ്ടോ, മരുന്ന് വേണോ, അതോ മറ്റേ പല്ല് തേക്കാനുള്ള സാധനമാണോ, സോപ്പാണോ വേണ്ട, ഇത് ഇവിടെ എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടത് എന്നതാണ്. രാവിലെ പറഞ്ഞാൽ രാവിലെ ഇവർ അപ്ഡേറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് 1000 സോപ്പ് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് 100 കിലോ അല്ല 1000 കിലോ അരി വേണം, പച്ചക്കറി വേണമെന്ന് പറഞ്ഞാൽ അതെടുക്കും. വസ്ത്രമാണെങ്കിൽ എന്ത് വേണം. ഇതിപ്പം വഴിയെ പോകുന്ന മനുഷ്യൻ മുഴുവൻ കളക്ട് ചെയ്തിട്ട് ഇതൊക്കെ നഷ്ടപ്പെട്ട് ഓർക്കണം. മനുഷ്യൻ അവൻ്റെ സ്വത്തിൽ നിന്നോ സമ്പത്തിൽ നിന്നോ കൊടുക്കുന്നതല്ല, അവൻ്റെ ദാരിദ്ര്യത്തിൽ തന്നെ അവൻ്റെ സഹാനുഭൂതി കൊണ്ട് കൊടുക്കുന്നതാണ്. ഈ പണ്ടായിരുന്നെങ്കിൽ പഴയ തുണി കൊടുത്തു, ഇപ്പം അങ്ങനല്ല, പുതിയ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം ഇന്നലെ എൻ്റെ ഒരു സഹപാഠി എന്നെ വിളിച്ചിരുന്നു. അവരുടെ കസ്റ്റഡിയിൽ ഒരു ആംബുലൻസ് ഉണ്ട്, അവരെ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്താണുള്ളത്. പക്ഷേ ഒരു പൈസയും ഒന്നും വേണ്ട, ഡ്രൈവറൊക്കെ ചിലവൊന്നും വേണ്ട, അവർ വയനാട്ടിലേക്ക് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്പരൊക്കെ കൊടുത്തു. അവർ ബന്ധപ്പെട്ടവർ അയച്ചു കാണുമായിരിക്കും എന്തായാലും രാത്രി. അല്ല, ഞാൻ പറഞ്ഞത് എല്ലാം ഇപ്പം ആംബുലൻസ് ഡ്രൈവർമാരുടെ ഒരു സംഘടനയുണ്ട്. നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കും മനുഷ്യത്വമുള്ളവരാണ് നമ്മുടെ ഈ ആളുകൾ എന്ന് പറയുന്നത്. അപ്പം ഓളമൊന്നും വന്നെന്ന് കാണിച്ചു ഇവരെല്ലാവരും ഇത് ഓൾറെഡി എത്തിക്കാൻ തയ്യാറ്. ഇത് ഞാൻ പറഞ്ഞ കേരളത്തിലൊരു ദുരന്തമുണ്ടായാൽ ഒന്നിനും ഒരു മുട്ടും വരില്ല. ഇതിന് പേര് ബഹളം വയ്ക്കുന്ന ടീംസുണ്ട്, മുതലെടുക്കാൻ പറ്റും. ഡിവൈഎഫ്ഐയും SDPIയും ഇവരൊക്കെ കുറേ പേര് മുതലെടുപ്പിന് ശ്രമിക്കുന്നത് ഈ വാസ്തവത്തിൽ. അപ്പോൾ ഇവരെല്ലാം രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇവർക്ക് മുതലെടുക്കാൻ വേണ്ടിയിട്ട്, പേരെടുക്കാൻ വേണ്ടി. ഈ കൂട്ടത്തിൽ സിൻസിയറായിട്ട് നിൽക്കുന്ന ആളുകൾ ഇവരെ സാന്നിധ്യം കാരണം മോശക്കാരാവും. അതാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അടിയന്തരമായി ഈ പറയുന്ന കളക്ഷൻ സെൻറ്റർ നിയന്ത്രണം ഉണ്ടായില്ലെങ്കിൽ അത് കുഴപ്പമായിത്തീരും. പിന്നെ അതുപോലെ ഫണ്ട് കൊടുക്കുന്നത് ധൃതി വെക്കരുത് എന്ന അഭിപ്രായം എനിക്കുള്ളത്. ഞാൻ പറയുന്ന മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കുന്നവർ കൊടുത്തോളുക. പക്ഷേ ഈ ഇവിടെ സഹായിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, വയനാട്ടിലെ ആളുകളെ സഹായിക്കാൻ ആഗ്രഹിക്കും, ഇപ്പം തൽക്കാലം ആരും എടുത്തു ചാടരുത്. കാരണം അവിടെ എന്താവശ്യമാണ് എന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് ആ ആവശ്യം പുറത്തു വരുമ്പോൾ ആണ് കൊടുക്കേണ്ടത്. അല്ലാതെ വെറുതെ കടലിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുടിവെള്ളം, ശുദ്ധവെള്ളം കുടിക്കാമെന്ന് കരുതിയിട്ട് കാര്യമില്ല. ജീവിച്ചിരിപ്പില്ലാത്ത ആളുടെ പേരിലായിരിക്കും അവസാനം പൈസ. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ പാലിക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മൾ അവിടെ നിന്ന് നമുക്ക് നേരെ ഇറാനിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് പോകാം. ഇത്രയും അടിയന്തരമായി പറയേണ്ടതുള്ളതുകൊണ്ടാണ് നമ്മൾ അത്രയും പറഞ്ഞത്. തീർച്ചയായും ഇസ്രായേലിലേക്ക് പോകും. ഇസ്രായേൽ എന്ത് സംഭവിച്ചൊരു ആത്മാവാൻ? ഇസ്രായേലിൽ സംഭവിച്ചിരിക്കുന്നത് ഇസ്രായേലല്ല സംഭവിച്ചത്, ശരിക്കും ഇറാനിലാണ് സംഭവിച്ചത്. ശരി, ഹമാസിൻ്റെ തലവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ രാവിലെ ഞാൻ ഓഫീസിലോട്ട് വരുമ്പം ആദ്യം പെട്ടെന്ന് ഒരു മലയാളം സൈറ്റിൽ വന്നത് എനിക്ക് ആ ഒരു ഗ്രൂപ്പിലിട്ടെന്നാണ് ഞാൻ കണ്ടത്. പെട്ടെന്ന് ഇൻ്റർനാഷണൽ സൈറ്റുകളൊന്നും അതിലൊന്നും അങ്ങനെ വാർത്തയില്ല. പിന്നീടാണ് നമ്മൾ നോക്കുമ്പോൾ എല്ലാത്തിലും വാർത്ത വന്നു തുടങ്ങി. ഇസ്മായിൽ ഹനിയ, ഹമാസിൻ്റെ ഏറ്റവും ഉന്നതൻ, അവരെ തലവൻ, അവരെ രാഷ്ട്രീയകാര്യ തലവൻ എന്ന് പറഞ്ഞാൽ അവരെ തലവൻ തന്നെ. ഒരു തിരുത്തുണ്ട്, ഈ മലയാളത്തിൽ പറഞ്ഞാൽ എവിടെയെന്ന് പറഞ്ഞാൽ മാധ്യമത്തിൽ വന്നു. മീഡിയ വൺ, ഞാൻ കണ്ടത് മീഡിയ വണ്ണിലും മാധ്യമത്തിലും വന്നു, അൽ ജസീറയിൽ വന്നു. പക്ഷേ വരാത്തത് എവിടെയൊക്കെയാണ്? BBC വന്നിട്ടില്ല, ന്യൂയോർക്ക് ടൈംസ് വന്നിട്ടില്ല, CNN വന്നിട്ടില്ല, ടൈംസ് ഓഫ് ഇസ്രായേൽ പോലും വന്നിട്ടില്ല. ഇത് ചർച്ച ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് യൂറോപ്യൻ മാധ്യമങ്ങളോ ഇസ്രായേലി മാധ്യമങ്ങളോ ഈ വാർത്ത കൊടുത്തില്ല? പക്ഷേ അൽ ജസീറ മുതൽ മാധ്യമം വരെ നമ്മളതിന് ഒരു പാറ്റേൺ ആണ്. അത് ഇസ്ലാമിക രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന മാധ്യമങ്ങളൊക്കെ ഇത് കൊടുത്തു. തേജസ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. തേജസ് രക്തസാക്ഷിയായി, ഹനിയ രക്തസാക്ഷിയായതാണ്. അത് കുഴപ്പമില്ല, കാരണം പോരാളി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഇത് നമ്മളെ കാണേണ്ട ഒരു ബുദ്ധി, ഇസ്രായേലിൻ്റെ ഒരു വലിയ ബുദ്ധിയുണ്ട്, അല്ല അമേരിക്കയുടെ ഒരു ബുദ്ധിയുണ്ട്. യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ പറയുന്ന ഇവർ ടെററിസ്റ്റുകളായി പറഞ്ഞിരിക്കുന്ന ആളുകളെ കൊല്ലുമ്പോൾ ഇവരാദ്യം അവകാശപ്പെടും, പക്ഷെ പിന്നെ പലരും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ടെലിവിഷനിൽ വരാറുണ്ട്. നമ്മുടെ
പല ആൾക്കാരും ബിൻ ലാദനെ പോലും അങ്ങനെ പല ആളുകളും മറ്റേ സവാഹാരി ഒരുപാട് തവണ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾ വിശ്വസിക്കത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം ഇസ്രായേലിലെ ഒരു പത്രത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ ഒരു പത്രത്തിലോ, ന്യൂയോർക്ക് ടൈംസാണ് വിശ്വസിക്കും, ഇംഗ്ലണ്ടിലെ ഒരു പത്രത്തിലോ ഇങ്ങനെ വന്നാൽ ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം എനിക്കറിയാം, കാരണം ഞാൻ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ കണ്ട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഒറിജിനലി കൊന്നതുകൊണ്ട് ഇവർ കൊടുത്തില്ല. അപ്പം ഇന്നലെ ഇന്ന് രാവിലെ അല്ല കൊന്നത്, ഇന്നലെ നടന്നാണ്. എന്നിട്ട് ഇറാൻ റവല്യൂഷൻ ഗാർഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഹമാസ് അത് ശരിവെച്ചു. എന്നിട്ട് അവിടെയാണ് രാജ്മോഹൻ ശ്രദ്ധിക്കേണ്ടത്. ന്യൂയോർക്ക് ടൈംസ് ഞാനെടുത്ത് നോക്കി. ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ ക്ലെയിംസ് ഇസ്മായിൽ ഹനീഫ കൊല്ലപ്പെട്ടു എന്നാണ് ന്യൂയോർക്ക് ടൈംസിൽ. ടൈംസ് ഓഫ് ഇസ്രായേൽ ഞാനെടുത്ത് നോക്കി, ഹമാസ് സെയ്സ് എന്നാ പറഞ്ഞത്. ഹമാസ് പറഞ്ഞു ഹനിയ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പറയൂ ബാക്കി. എന്നിട്ട് ഇത് എങ്ങനെയാണ് സംഭവം? ഇത് കഴിഞ്ഞ ദിവസം ഇയാൾ താമസിക്കുന്നത് ഖത്തറിലാണല്ലോ, ഖത്തറിലാണ് താമസിക്കുന്നത്. അവിടെ സ്ഥിരമാണ്. 2019 ഗാസയിൽ നിന്ന് ഇയാൾ അങ്ങോട്ടേക്ക് പോയത്. 17 19 17 തെരഞ്ഞെടുക്കപ്പെടുന്നത്. 17 അപ്പൊ അന്നേരപ്പോഴാണ് പോയതാണ്. അപ്പോൾ എന്നിട്ട് ഇയാൾ ഖത്തറിൽ കഴിയുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ഇറാൻ പ്രസിഡന്റ് പുതിയ പെഷസ്കിയാൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു. ടെഹ്റാനിൽ എത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹം ചെന്ന് എല്ലാവരെയും കണ്ടു. പെഷസ്കിയാനെയും കണ്ടു, പരമോന്നത ആയത്തുള്ള ഖമേനിയൊക്കെ പോയി കണ്ടു. ഇറാൻ അവർക്ക് നൽകുന്ന സഹായത്തിന് നന്ദിയൊക്കെ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് പോയത്. വസതി എന്നാണ് എല്ലാ വാർത്തയിലും പോകുന്നത്, റെസിഡൻസ് എന്നാണ്. അദ്ദേഹം സ്വന്തം വീട് അദ്ദേഹം ടെഹ്റാനിൽ ഉണ്ടായിരുന്നോ അതോ മറ്റേ അവർ ഒരുക്കി കൊടുത്ത വീടാണെന്ന് അറിഞ്ഞുള്ളൂ. ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹം വെടിയേറ്റ് മരിച്ചു എന്നാണ് വാർത്ത വന്നതെങ്കിൽ ഇപ്പോൾ ഉച്ചയായപ്പോൾ മിസൈൽ ആക്രമണമാണെന്ന് പറയുന്നു. അതായത് ഈ ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്നത് ഹമാസിൻ്റെ പരമോന്നത നേതാവ്, അയത്തുള്ള ഖൊമേനി, ഇറാൻ്റെ അയത്തുള്ള ഖൊമേനിയെ പോലെ തന്നെ ഹമാസിൻ്റെ പരമോന്നത നേതാവാണ്. അപ്പം നമ്മൾ ഹമാസിൻ്റെ എന്ന് പറയുമ്പോൾ ഹമാസിനെ ഒരു ഭീകര സംഘടനയെ മാത്രം കണ്ടാൽ പോരാ. ഗാസ ഭരിക്കുന്നത് ഹമാസാണ്. ഇയാൾ നേരത്തെ ഭരിച്ചിട്ടുണ്ട്. അയാൾ ഗാസ ഭരിക്കുകയല്ലേ ചെയ്ത്. അതായത് ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു അബ്ബാസ്. അയാളുടെ പ്രധാനമന്ത്രിയായി നിയമിച്ചിരുന്നത് ഇസ്മായിൽ ഹനിയായിരുന്നു. രണ്ടാമനായിരുന്നു ഭരണത്തിൽ പോലും. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ ഹമാസാണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ്റെ ഈ പറയുന്ന ഭീകരവാദത്തിൻ്റെ മാത്രമല്ല ഫലസ്തീൻ്റെ അതോറിറ്റി അവരാണ്. ഫലസ്തീൻ്റെ പ്രശ്നപരിഹാരക്കേണ്ട അവർ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അന്താരാഷ്ട്ര ചർച്ചകളെല്ലാം പങ്കെടുക്കുന്ന ഹനിയാണ്. അപ്പോൾ ഹമാസിൻ്റെ പരമോന്നത നേതാവാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ തുർക്കിയിലും ഖത്തറിലും, അതായത് ദോഹയിലും ഇസ്താംബൂളിലും ടെഹ്റാനിലും വസതിയുണ്ട്, അവർ കൊടുത്തിട്ടുണ്ട്. ഇവ പ്രധാനമായും അയാൾ താമസിക്കുന്നത് ഖത്തറിലാണെന്ന്, ദോഹയിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും ഈ രണ്ടിടത്തും ഇതുണ്ട്. ഈ യാത്ര ഇവരാരും അറിയുന്നേ ഇല്ല. അത് ഇവരത്ര സുരക്ഷിതമായതാണ്. പക്ഷേ ഇസ്രായേൽ അത് കണ്ടുപിടിച്ചു. മൊസാദെ തന്നെ മൊസാദെ. അപ്പോൾ തുർക്കിയിൽ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം തുർക്കി ഒന്ന് കരുത്തുള്ള രാജ്യമാണ്. തുർക്കിക്കകത്ത് കയറി എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഒന്നാമത് യൂറോപ്പുമായിട്ട് ഒരുവിധം കുഴപ്പമില്ലാതെ പോകും. തുർക്കി ഇങ്ങനെ എർദോഗൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ തുർക്കി പൊതുവെ ഒരു പുരോഗമനം ഒരു എന്താ പറയുക ഇറാൻ പോലൊരു ഇസ്ലാമിക രാജ്യമല്ല. എർദോഗൻ പൊട്ടിത്തെറിച്ചതൊക്കെ പറയാറുണ്ടെങ്കിലും തുർക്കി കുറച്ചുകൂടെ, കാരണം തുർക്കിയുടെ ജീവിത രീതിയൊക്കെ ഏറ്റവും നല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യൂറോപ്യൻ രാജ്യങ്ങളിലെ ആളുകൾ ടൂറിന് ഏറ്റവും കൂടുതൽ പോകുന്നത് തുർക്കിയിലാണ്. പുരാതന സംസ്കാരത്തിൻ്റെ ഒരു വലിയ, അത് മാത്രമല്ല മനോഹരമായ ബീച്ചുകളും മനോഹരമായ ഭക്ഷണം, നല്ല രസമാണ് തുർക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് തുർക്കിയിൽ പോയിട്ടുണ്ട്. അപ്പം തുർക്കിയിൽ എർദോഗൻ്റെ ഡയലോഗുകൾ ഒഴിച്ചാൽ തുർക്കി നമ്മൾ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ രാജ്യമല്ല, വളരെ ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ അത്തരം ഒരു സംവിധാനം. പക്ഷെ തുർക്കിയിൽ പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഖത്തർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഖത്തർ പിണങ്ങിയ പ്രശ്നമാണ്. ഈ ഖത്തർ വാസ്തവത്തിൽ ഈ പറയുന്ന ഭീകരവാദികളുടെയും പാശ്ചാത്യ ലോകത്തിൻ്റെയും ഒരു മധ്യസ്ഥരാണ്. അതെ, അതിസമ്പന്നമായ രാജ്യമാണ്. അതിസമ്പന്നമായ രാജ്യം. അപ്പം പിന്നെ ഇവർക്ക് പറ്റുന്ന ഏക രാജ്യം എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇപ്പം ലെബനനിലും സിറിയയിലാണെങ്കിൽ പണ്ടേ തട്ടിക്കളഞ്ഞത്. സത്യത്തിൽ ഇസ്രായേലിനെതിരെയുള്ള എല്ലാ ഗൂഢാലോചനകളും നടക്കുന്നത് ലെബനനിലും സിറിയയിലുമാണ്. ഈയിടയ്ക്കും നിരന്തരമായി ഇപ്പോൾ ഇസ്രായേൽ ആക്രമിക്കുന്നുണ്ട് സിറിയയിലും ലെബനനിലും എല്ലാം. അവിടെയാണ് ഇസ്രായേലിനെതിരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ഏകീകരിക്കുന്നതും കോർഡിനേറ്റ് ചെയ്ത് നോക്കി ഇവിടെ വെച്ചാണ്. പക്ഷേ അവിടെ ഇവർക്ക് നിൽക്കാൻ ധൈര്യമില്ല. ഈ ലെബനനിലോ സിറിയയിലോ നിൽക്കാനുള്ള ധൈര്യം ഖത്തറിലാണ്, സുരക്ഷിത സ്ഥാനമാണ്. പക്ഷെ ഈ ടെഹ്റാനിലേക്കുള്ള അല്ലെങ്കിൽ ഇറാനിലേക്കുള്ള ഇവരുടെ യാത്ര രഹസ്യമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി അവരൊരു ഷിയ രാഷ്ട്രവും
ഇവർ സുന്നി രാഷ്ട്രം. രാഷ്ട്രം, സുന്നി ഭീകരരാണ് ഹമാസ്. ഷിയ കൺസെപ്റ്റ് ഉണ്ടാവണം. അപ്പോൾ ഈ ഷിയകളും സുന്നികളും തമ്മിൽ ചേർത്ത് നമുക്കറിയാലോ, സൗദിയും ഇറാനും തമ്മിൽ നേർക്കുനേർ പോരാടാറുണ്ട്. അതെ, എന്തിനേറെ ഖത്തറിനെതിരെ പോലും UAE ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര ഒരു ഇൻറ്റേർണൽ പൊളിറ്റിക്സ് അവിടെ നിൽക്കുമ്പോൾ, പക്ഷെ അതിനിടയിലും ഇസ്രയേൽ എന്ന പൊതുശത്രുവിന് വേണ്ടി ഇവർ ഒരുമിച്ച് നിന്നിരുന്നു. അങ്ങനെയാണ് ഈ ഹനി അവിടേക്ക് പോകുന്നത്. അപ്പം ഇസ്രായേലിന്റെ മൊസാദ് എത്ര ശക്തമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നിരീക്ഷണമാണെന്ന് ആലോചിച്ചത്. ആ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തതാണ്, ഇയാളെ യാത്രാപഥം അവർ ട്രാക്ക് ചെയ്തതാണ്. എങ്ങനെ കൊന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവസാനം അറിയുന്ന ഈ കെട്ടിടത്തിന് മിസൈൽ അയച്ച് തകർത്തു എന്നാണ്. എവിടെ മിസൈൽ അയച്ചു? ഫ്രം എ കൺട്രി എന്ന് എല്ലാവരും പറയുന്നത്. ഫ്രം അനദർ കൺട്രി. അത് ഏത് കൺട്രി എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇറാനിൽ നിന്നല്ല. അല്ല, അതെങ്ങനെ ഇസ്രായേലിൽ നയിക്കാൻ പറ്റത്തില്ല. ഇല്ല, അത്ര ദൂരമുണ്ട്. അതും കൃത്യമൊരു, ഞാൻ പറഞ്ഞു, ഒരു വീടിന് ലക്ഷ്യമാക്കി മിസൈൽ. അതായത് നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വീടപ്പം മറ്റേ ഒരു വെറുതെ ഒരു രാജ്യത്തേക്ക് മിസൈൽ അയച്ചിട്ട് ആ മിസൈൽ വീണിട്ട് കുറെ നാശം ഉണ്ടാക്കുന്ന പോലല്ല, ഒരാളെ കൊല്ലുക എന്ന ലക്ഷ്യത്തിൽ. അല്ലെങ്കിലും ഈ കാര്യത്തിൽ വിദഗ്ധരാണ്. കാരണം ഈ ഹമാസിന്റെ പല നേതാക്കന്മാരും യാത്ര ചെയ്യുന്ന കാറിന് നേരെ അവർ അറ്റാക്ക് ചെയ്യാറുണ്ട്. മെനഞ്ഞാന്ന് ഹിസ്ബുള്ളയുടെ 2 നേതാക്കൾ കൊല്ലപ്പെട്ടതും ഒരാൾ കാറിലും ഒരാൾ ബൈക്കിലും പോകുമ്പോഴാണ്. ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുകയാണ്. അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും, ഓടിക്കൊണ്ടിരിക്കുന്ന കാറിനെ ആക്രമിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ, ബൈക്കിനെ ആക്രമിച്ച് കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസാധാരണമായ പ്രതിരോധ സംവിധാനം. അപ്പം ഇവിടെ ഒരു പക്ഷേങ്കിൽ ഇറാൻ ഏതെങ്കിലും രാജ്യം, ഒരുപക്ഷെ ഇവർ അയൽ രാജ്യങ്ങളായ മറ്റേ ഇവരെ സഹായിക്കുന്ന നമ്മുടെ UAE അല്ലെങ്കിൽ സൗദിയോ ഒക്കെ ആവാം, നമുക്കല്ലാന്ന് പറയാൻ പറ്റത്തില്ല. കാരണം UAE-യും സൗദിയും ഒക്കെ അടിസ്ഥാനപരമായി സമാധാനം കാംക്ഷിക്കുന്ന രാജ്യങ്ങൾ. തീവ്രവാദത്തിന് അവരെല്ലാവരും എതിരാണ്. അവരെല്ലാം തീവ്രവാദത്തിനെതിരാണ്. ഒരുമിച്ച് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഈ ഒക്ടോബർ 7-ന്റെ ആക്രമണം ഉണ്ടാവാനുള്ള യഥാർത്ഥ കാരണം ഈ UAE-യും ഇസ്രായേലും അമേരിക്കയും തമ്മിലൊരു സഖ്യമുണ്ടാവുകയും അവർ തമ്മിലൊരു വ്യാപാരക്കാരാണ്, ഇന്ത്യ അതിൻ്റെ ഭാഗമാവുകയൊക്കെ ചെയ്തിരുന്നു. അതെ. അപ്പം ഈ UAE-യുമായി ഒരു വ്യാപാര ബന്ധത്തിലേക്ക് ഇസ്രായേൽ പോകുന്നു എന്നുള്ളതാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന് ഗുണഫലങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടുകയും അവർക്ക് ഈ ഇസ്രായേൽ വിരുദ്ധ വികാരം ഇല്ലാതാവുകയും ചെയ്യും. പണ്ട് ഓർമ്മ ഉണ്ടായിരിക്കും, കൊച്ചിയിൽ KV തോമസ് കോൺഗ്രസ് ആയിരുന്നപ്പോൾ പലസ്തീൻകാരൻ ഇസ്രായേലുകാരൊന്ന് സ്വീകരിച്ചെന്ന് പറഞ്ഞ് എന്തൊരു വിവാഹമായിരുന്നു CPM. അത് ഞാൻ പറഞ്ഞത് ഈ അതിൻ്റെ തനിയാവർത്തനമാണ്. നമുക്ക് ഇവരുടെ ഒരു ഇടത് ഇസ്ലാമിക് പൊളിറ്റിക്സ് ആണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇപ്പം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൺ ഗുജറാത്തിൽ പോയി മോദിയെ കണ്ടു. ഓർമ്മയില്ല? എന്തൊരു വിവാദമായിരുന്നു ഒരു വശം. അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രിയെ പോയി കണ്ടതിൻ്റെ പേരിൽ ഇവിടെ അയിത്തം കൽപ്പിച്ചു. ഈ ശിവഗിരിയിൽ മോദി വന്നപ്പോൾ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നമ്മുടെ VS അച്യുതാനന്ദൻ മാറി നിന്നു, കൈ കൊടുക്കാൻ നിന്നു. ആ ഒരു ഐത്തത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇവരുടെ ഈ പൊളിറ്റിക്സിൻ്റെ തുടർച്ച തന്നെയാണ്. ഇസ്രായേൽ ഒരു പൊതുശത്രുവാണ്. ഈ പൊതുശത്രുവായ ഇസ്രായേലിനോട് ഒരു തരത്തിലുള്ള ബന്ധമുണ്ട്. അപ്പം ഈ ഇസ്രായേൽ വിരുദ്ധ വികാരം, അതിശക്തമായ ഇസ്രായേൽ വിരുദ്ധ വികാരവും ഫലസ്തീൻ അനുകൂലം എന്ന നിലയിൽ ഹമാസ് അനുകൂല വികാരവും ഈ ഇടത് ഇസ്ലാമിക പൊളിറ്റിക്സിൻ്റെ ഒരു കാതലാണ്. അതവർ വളർത്തിയെടുത്ത് വെച്ചിരിക്കും. ഇപ്പം ഞാനൊക്കെ ഓർക്കുമ്പോൾ എനിക്കൊക്കെ ചിരി വരാറുണ്ട്. ഞാനൊക്കെ ഇടത് രാഷ്ട്രീയം പിടിച്ചവരാണല്ലോ. അപ്പോൾ എൻ്റെയൊക്കെ ഏറ്റവും വലിയ ശത്രു ഞാൻ ഓർക്കുന്ന വകതിരിവ് ഉണ്ടാകുന്നത് വരെ, അതായത് വകതിരിവ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ ഞാൻ എത്രയോ കാലം ഒരു 10, 26, 28 വയസ്സ് വരെ അമേരിക്കയുടെ തകർച്ച ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്, ഞാൻ ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചപ്പോൾ ഞാൻ ആഹ്ലാദിച്ചു. അമേരിക്കയുടെ മുതലാളിത്തത്തിന്റെ സിംബലാണല്ലോ. അപ്പൊ ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതിന്റെ തുടർച്ചയാണ് ഈ ഇസ്രായേൽ വിരുദ്ധ. അപ്പൊ ഈ ഇസ്രായേൽ വിരുദ്ധ വികാരം ഇല്ലാതായാൽ, ജനങ്ങൾക്കിടയിൽ ഇല്ലാതായാൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇതിന് വലിയൊരു, നമ്മൾ കരുതുന്നപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്കൽ തലമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പോലും ഫലസ്തീനിലെ ജനതയെ സഹായിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ പോകുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് സക്കാത്ത് പിരിവ്. പലപ്പോഴും ഈ ഇസ്രായേലിനെ കയറി ഹമാസ് ആക്രമിക്കുന്നത് പലപ്പോഴും ഈ നോമ്പ് കാലത്തായിരിക്കും. അപ്പോൾ അവർ തിരിച്ചടിക്കുമ്പോഴത്തേക്കും പാവപ്പെട്ട ഈ ഫലസ്തീനികളുടെ പാവപ്പെട്ട ഫലസ്തീനികൾക്ക് പിള്ളേരൊക്കെ കൊല്ലപ്പെടും, സ്ത്രീകൾ കൊല്ലപ്പെടും. അപ്പോൾ ഈ വൈകാരിക സംഭവത്തിലാണ് ഇവർ ഫണ്ട് പിരിക്കുന്നത്. അല്ല, ഇപ്പോൾ ഈ ഗാസയിൽ ഇതാണ് സംഭവിച്ചത്. ഗാസയിൽ ഹമാസ് ചെയ്തത് ആശുപത്രികൾ, സ്കൂളുകൾ ഇവ കേന്ദ്രീകരിച്ച് ഇവരതിനകത്ത് എറിയിരിക്കും. സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് അറ്റാക്ക് വരുമ്പോൾ, ഇസ്രായേലിൽ നിന്ന് ബദൽ ആക്രമണം വരുമ്പോൾ പറയേണ്ടത് സ്കൂളിൽ മിസൈൽ വെച്ചു എന്ന് പറയും, അല്ലെങ്കിൽ ആശുപത്രി ബോംബിട്ട് തകർത്തു എന്ന് പറയും.
അല്ല അതാ പറഞ്ഞ അപ്പം അതൊരു അത്തരം രീതിയാണ്. അപ്പം അതാണ് പറഞ്ഞത്. അപ്പം ഈ UAEയും ഇസ്രായേലും തമ്മിൽ ഒരു വ്യാപാര ബന്ധത്തിലേക്ക് പോയാൽ സൗദി ഇന്ത്യ അടക്കമുള്ള ഒരു ടീം ഡെവലപ്പ് ചെയ്ത് തന്നാൽ അവരെന്തൊരു റെയിൽ കോറിഡോറൊക്കെ ഇന്ത്യയാണ് അത് ഏൽപ്പിക്കാൻ പോകുന്നത്. ഇന്ത്യ ഏൽപ്പിക്കുക. അപ്പോൾ അത് വന്നാൽ ഇസ്രായേൽ വിരുദ്ധ വികാരം ഇല്ലാതായാൽ ഇവരുടെ അജണ്ട സാധിക്കാത്തത് കൊണ്ടാണ് ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുന്നത്. അപ്പോൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇവർ കരുതിയിരുന്നത് ഈ ഹമാസ് കരുതിയിരുന്നത് ഇതിന് മുമ്പുള്ളതുപോലെ തന്നെ കുറേ അധികം ആക്രമണം ഉണ്ടാവും, ഇവരെ പിടിക്കത്തില്ല. കാരണം ഇവന്മാർ അണ്ടർഗ്രൗണ്ടിൽ കയറാൻ ചെല്ലാൻ പറ്റത്തില്ല. അപ്പം കൊല്ലപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. ഇവരെ കാണിക്കുന്നു ഇസ്രായേൽ ദുഷ്ടന്മാരാണെന്ന് പറയുക. 39,000 പേര് മരിച്ചു. ഈ 39,000 പേരിൽ ഒരു കുറഞ്ഞത് 35,000 പേരും ഈ നിരപരാധികളെ സാധാരണ മനുഷ്യരായിരിക്കും. അപ്പം ഇതൊരു നിർത്തുമെന്ന് കരുതി. പക്ഷേ ഇസ്രായേലിനൊരു പ്രശ്നമുണ്ട്. ഇസ്രായേലിന് അവരുടെ 1200 പേരെയാണ് കൊന്നത്, ഒരാളെ 2 പേരെ അല്ല. 100-200 പേര് ഇപ്പോഴും അവർ മരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഈ യുദ്ധത്തിൽ തോറ്റാൽ അല്ലെങ്കിൽ കീഴടങ്ങിയാൽ ഇസ്രായേൽ ജനതയ്ക്ക് രാജ്യത്തോട് വിശ്വാസമില്ലാതാവും. അതെ, മാത്രവുമല്ല ഈ ഒക്ടോബർ 7 മുതൽ വേറെ പ്രശ്നം കൂടെ അവിടെ ഉണ്ട്. ഹിസ്ബുള്ളയും ഹൂത്തി യുവതരും ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരന്തരം ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹിസ്ബുള്ള നേരിട്ടാണ് ആക്രമിക്കുന്നത്. ഹൂതിവതരാകട്ടെ അവർ നിരന്തരം ചെങ്കടലിൽ കൂടെ പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കായിരുന്നു. പക്ഷേ അവർ 2 ആഴ്ച മുമ്പ് അവർ നേരിട്ട് ഇസ്രായേലിലേക്ക് ഇതയച്ചു, റോക്കറ്റ് അയച്ചു. അല്ല, അപ്പം ആളെ മരിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസിനെ തീർത്തേ ഇസ്രായേലിന് അവസാനിക്കും. മാത്രമല്ല ഹിസ്ബുള്ളയും ഹൂതിവതരും കൂടെ ഉണ്ട്. ഇപ്പം അങ്ങോട്ടും കൂടെ ഒരു ആക്രമണം വ്യാപിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും ഇതിന് തൊട്ട് പിന്നാലെ കൊല്ലപ്പെട്ടു. അവരുടെ ഏറ്റവും മുതിർന്ന കമാൻഡർ ആണ്. അല്ല, ഏറ്റവും രസകാര്യം എന്താ വെച്ചാൽ ഈ സിറിയയിലെ ഇറാൻ എംബസി ആക്രമിച്ചിട്ട് മുതിർന്ന സൈനികരെ കൊന്നിരുന്നു. അതാണ് അവരെന്തോ തിരിച്ചടിക്കുമെന്നൊക്കെ പറഞ്ഞാൽ റവല്യൂഷണറി ഗാർഡിൽപ്പെട്ട ആളുകളായിരുന്നു കൊല്ലപ്പെട്ടത്. അതെ. അപ്പം നമ്മുടെ ഇവിടുത്തെ ഇറാൻ തിരിച്ചിങ്ങോട്ട് മിസൈൽ ഇട്ടല്ലോ ഇസ്രായേൽ. നമ്മുടെ ഇവിടുത്തെ ഈ സുഡാപ്പി ഈ പ്രൊഫൈലുകളിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ആവേശമായിരുന്നു. പക്ഷെ ഒരു കൊച്ചിന് പരിക്ക് പറ്റിയതില്ല, വേറൊന്നും പറ്റിയില്ല. പ്രതീകാത്മക ആക്രമണമാണെന്ന് പിന്നീട് പറയുകയും ചെയ്തു. അതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഹമാസിൻ്റെ അന്ത്യം കുറിക്കും എന്നുള്ള ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം വെറും വീൺവാക്കല്ല എന്ന് തെളിഞ്ഞിരിക്കും. തല വെട്ടിക്കളഞ്ഞു. അതെ, തല വെട്ടിക്കളഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവരിനി ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ത് ചെയ്യും, അടുത്ത ഘട്ടം എന്താണ്. ഹമാസ് ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം ഗാസയിൽ അവർ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ആളില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നത്. കാരണം യാഹ്യ സിൻവർ അവിടെ ഉണ്ട്, പക്ഷേ അയാൾ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്, ടണലിനകത്താണ് എന്നാണ് നമ്മൾ പൊതുവെ കരുതപ്പെടുന്നത്. കുറേ നാൾ മുമ്പ് ഇയാൾ ടണലിലൂടെ നടന്നു പോകുന്നൊരു ദൃശ്യവും പുറത്തു വിട്ടിരുന്നു. പക്ഷേ ഇയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം ഇസ്രായേൽ സൈന്യം 4 വാർഡും വളഞ്ഞു കഴിഞ്ഞു. അവിടെ ഇവർക്ക് ടണലുകൾ ഏതാണ്ടെല്ലാം അവർ ഇടിച്ച് തകർത്ത് പൊളിച്ച് കഴിഞ്ഞു. ഇയാൾ ഏത് ടണലിനകത്തുണ്ടെന്ന് ആർക്കുണ്ട്, ഏതെങ്കിലും ഒരു ജനവാസ മേഖലയിൽ എവിടെയോ ഇയാൾ ഒളിച്ചിരിക്കുകയാണെന്ന് തന്നെയാണ് ഇപ്പോഴും അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പല വീടുകൾ തോറും ഇപ്പോഴും അവർ റിസർച്ച് നടക്കുന്നത്. ഇയാൾക്ക് ഈ ഖത്തറിലുള്ളവരുമായിട്ട് ബന്ധപ്പെടാൻ പോലും വഴിയില്ല, ഫോൺ വഴി ബന്ധപ്പെടാൻ പോലും പറ്റില്ല. അതെല്ലാം ഇസ്രായേൽ ചോർത്തുന്നുണ്ടെന്ന് അവർക്കറിയാം. സത്യം പറഞ്ഞാൽ യാഹ്യ സിൻവർ ഉണ്ടെങ്കിൽ പോലും അയാൾക്കിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ദിവസം ഹമാസ് ഇനി അങ്ങോട്ട് പെടും എന്നുള്ളത് ഉറപ്പാണ്. ഈ യാഹ്യ സിൻവർ ആണ് സ്വാഭാവികമായിട്ടും ഇയാളുടെ പിൻഗാമിയാവുന്നത്. അതെ. അതുപോലെ നമ്മൾ ചെറുതായിട്ട് കാണരുത് ഹമാസിനെ. നമ്മളിപ്പം താലിബാനിൽ ബിൻ ലാദൻ കൊന്നതോടെ താലിബാൻ ഇല്ലാതായി. അതെ. സവാഹിരിയെ പിന്നെ ഉണ്ടായിപ്പോയെങ്കിലും അങ്ങനെ 1-2 പേരെ കൊന്നലില്ലാതാകും. പക്ഷേ ഹമാസ് അങ്ങനെ നേതൃനിരയുണ്ട്. ഹമാസിന് കൃത്യമായ അവരുടെ ഒരു പോളിറ്റ് ബ്യൂറോ ഉണ്ട്. ആ പോളിറ്റ് ബ്യൂറോയുടെ ചെയർമാനായിരുന്നു ഇസ്മായിൽ ഹനിയ. അപ്പം അതിന് മുമ്പുള്ള ആൾ ചുമതല ഏൽപ്പിച്ചതാണ്. അവർക്ക് അടുത്ത തട്ടുണ്ട്, പോളിറ്റ് ബ്യൂറോയിൽ മറ്റാളുകളുണ്ട്, അടുത്ത തട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇസ്മായിൽ ഹനിയ ഇവിടേക്ക് ഇതിൻ്റെ ചെയർമാൻ ആകുന്നതിന് മുമ്പ് അത് ഗാസയുടെ ഹെഡായിരുന്നു. ആ ഹെഡായിട്ടാണ് ഇപ്പം ഇയാളിരിക്കുന്നത്, യാഹ്യ സിൻവർ ഇരിക്കുന്നത്. അപ്പം സ്വാഭാവികമായും യാഹ്യ സിൻവർ അങ്ങനെയുള്ള ആരെങ്കിലും ചുമതല എടുക്കാൻ. പക്ഷേ ഈ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ അത്ര എളുപ്പമാവില്ല. കാരണം ഇവർക്ക് ഇവിടെ സുരക്ഷിതമല്ല. ഈ കംപ്ലീറ്റ് നെറ്റ്വർക്കും ഇവർ ശരിയാക്കി വെച്ചിരിക്കുക ഇസ്രായേൽ. അപ്പോൾ ഇവിടെ നിന്ന് ഒരിക്കലും ഖത്തറിലേക്ക് ടണലെല്ലാം ഏതാണ്ട് തകർത്ത് കഴിഞ്ഞു. അപ്പം അത്ര കഴിയും, അത്ര തീരത്തില്ല കേട്ടോ, അത്ര മാത്രം. അത് ഈ ഗാസയുടെ ടണൽ എന്ന് പറഞ്ഞാൽ ഗാസ നഗരത്തിന് അടിയിൽ മുഴുവൻ ടണലാണ്. ആശുപത്രിക്കകത്ത് ടണൽ, സ്കൂളിനകത്ത് ടണൽ, എല്ലാത്തും ടണലാണ്. അല്ല, മൊത്തം ഒരൊറ്റ ടണലാണ്. അതായത് നമ്മൾ ഈ ലണ്ടൻ മെട്രോ പോലെ അല്ലെങ്കിൽ മോസ്കോ മെട്രോ ഉണ്ട്. ഞാൻ ഈ 2 മെട്രോയുടെ അകത്തോട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു വിചിത്രമാണ്. നമ്മുടെ അടുത്ത മെട്രോ പോലല്ല, ഭൂമിക്കടിയിലാണ്. ഭൂമിക്കടി എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകളോളം താഴെയാണ്. നമ്മളിങ്ങോട്ട് താഴോട്ട് ഇറങ്ങിപ്പോകണം. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് നമ്മളിപ്പോൾ ബസ് കയറിയോ കാറ് പോയി വണ്ടിയിട്ട് നമ്മളിപ്പോൾ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. സ്റ്റേഷൻ റോഡിലേക്കിലാണ്. പക്ഷെ നമ്മൾ മിക്കവാറും മെട്രോയിൽ കയറുന്നത് നമ്മൾ താഴോട്ട്, ലിഫ്റ്റ് അല്ല, താഴോട്ട് എസ്കലേറ്റർ കിടക്കുവാണ്. അതിങ്ങനെ കിടക്കുവാണ്.
അവിടുന്ന് അങ്ങനെ അപ്പം അതുകൊണ്ട് വെളിയിലില്ല, വളരെ അപൂർവമായിട്ട് വെളിയിലുള്ളൂ. ഈ മോസ്കോ ഞാൻ പോയ 2 മെട്രോകൾ മോസ്കോയും ലണ്ടനുമാണ്. അപ്പം ഇതിൻ്റെ ഗുണം ഈ യുദ്ധം പോലായ സാഹചര്യങ്ങൾ ആളുകൾ കണ്ടിട്ടുണ്ട് താമസിക്കാവുന്നൊരു ഗുണം കൂടിയുണ്ട്. കാരണം അവിടെ ഒരു വായു സംവിധാനം എല്ലാം ഉണ്ട്. അപ്പം ഇതുപോലെ ഇവരുണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഗാസയുടെ ടണൽ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ വാതിൽ ആർക്കും അറിയത്തില്ല. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേഷൻ വന്നാൽ വാതിലാണ്. അതെ അതെ. പക്ഷേ ഈജിപ്തിലേക്ക് തുറക്കുന്ന വാതിലുകളെല്ലാം അവർ പൊളിച്ചു. അല്ല, ഒരുപാട് ടണൽ പൊളിച്ചു. പക്ഷെ എന്നാൽ പോലും ഉണ്ടാവും. ഒരു സിമന്റ് ഫാക്ടറി സ്ഥാപിച്ചിട്ടാണെന്ന് ഈ ടണൽ ഉണ്ടാക്കാൻ അത്ര ശ്രമം എടുത്തവർ. കുട്ടികളുടെ സ്കൂളുകളെ, നഴ്സറികളെ, പള്ളികൾ, ഈ ആശുപത്രി, ഇവയൊക്കെയാണ് ഇതിൻ്റെ കവാടങ്ങൾ. ഈ കവാടത്തിന് താഴോട്ടാണ് ഇവർ രണ്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പം അത്ര എളുപ്പത്തിൽ ഇത് തകർക്കാൻ പറ്റത്തില്ല. 10 മാസമല്ലോ യുദ്ധം തുടങ്ങിയിട്ട്. കാരണം ഇവിടേക്ക് നിന്ന് കയറി വെച്ചു ഏതെങ്കിലും ഒരു ടണൽ തകർത്തു, ആ ടണലിലൂടെ കുറച്ചുകൊണ്ട് കയറിയാലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്താ പറയുക, ചിലന്തിമല പോലെ കിടക്കുന്ന ടണലാണ്. ഇത് മാത്രം അകത്ത് കയറി പരിശോധിക്കാൻ പറ്റത്തില്ല. ഇല്ല. പിന്നെ അവർ ഇടയ്ക്ക് ഒരു പദ്ധതി ഇട്ടിരുന്നത് അവിടേക്ക് വെള്ളം കടിച്ചു കയറ്റുക എന്നുള്ളത്. പക്ഷെ അതൊന്നും അത്ര എളുപ്പമല്ല. അതെ. അപ്പം ഈ ഒരു സംവിധാനം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ യാഹിയ സിൻഹറിനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ ചുമതല ഏൽപ്പിച്ചാലും അവർക്ക് പ്രയാസമായിരിക്കും തന്നെയാണ്. ജോലി ചെയ്യാൻ പറ്റില്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു തരത്തിലും കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ള വളരെ ഒരു പ്രതിസന്ധി തന്നെയാണ്. ഇപ്പം ഖത്തർ പോലുള്ളവരെ സഹായിച്ചിരുന്ന രാജ്യങ്ങളിൽ ഇറാനെ പോലും അവർക്ക് ബന്ധപ്പെടാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ്. മറ്റേ അദ്ദേഹം ഖത്തറിലായിരുന്നതുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം രാജ്യങ്ങളും അവരെല്ലാം ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നത്. എല്ലാ മീറ്റിങ്ങുകളും ഈ അടുത്ത കാലത്തും ഇവർ വെടിനിർത്തലിൻ്റെ ചർച്ച നടത്തിയിരുന്നല്ലോ. അതെ, അതിലൊക്കെ പങ്കെടുത്തിരുന്നതാണ്. അതായത് ഇസ്രായേലിൻ്റെ പ്രതിനിധികൾ പോലും, അമേരിക്കയുടെ പ്രതിനിധികൾ പോലും ഇയാളോട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഈജിപ്തിൻ്റെ മധ്യസ്ഥലം കണ്ടൊരു ചർച്ച നടന്നു. അതെ. അപ്പം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്, ഹമാസിൻ്റെ ഭാവി എന്തെന്നുള്ളത് കൃത്യമായി. കാരണം ഹമാസ് വലിയ വെള്ളം കുടിക്കും. ഒരു നേതാവ് പോയാൽ ഇല്ലാതാവില്ലെങ്കിലും ഒരു നേതാവിനെ കൊന്നു, പ്രധാന നേതാവിനെ കൊന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ക്ഷീണമാണ്. ഇറാൻ അതിനേക്കാൾ വലിയ ക്ഷീണമാണ്. സ്വന്തം രാജ്യത്ത് വെച്ച് കൊന്നു. അവർക്ക് ഇപ്പം ഇവിടുത്തെ പ്രോബ്ലം ഇതിന് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു തിരിച്ചടി എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പം അയത്തുള്ള ഖൊമേനി യോഗം വിളിച്ചിട്ടുണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇറാന് അവരുടെ രാജ്യത്ത് വെച്ച് അവർ ഒരുക്കിയ സുരക്ഷയിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ഇതിൻ്റെ നേതാവിനെ കൊല്ലുമ്പോൾ പിന്നെ അവർക്ക് വേറെ പ്രശ്നമുണ്ട്. ഹിസ്ബുള്ളയും ഹൂത്തിയും ഒക്കെ അവർ ഇപ്പം തന്നെ തീർത്തോണ്ടിരിക്കുക. അതെ, നേതാക്കന്മാരെല്ലാം തീർത്തോണ്ടിരിക്കുക. ലെബനനിലും യമനിലും എല്ലാം അവർ തകർന്നു. പക്ഷേ ഈ ഇറാനിലൂടെ കയറി തീർക്കാൻ തുടങ്ങിയാൽ ഇറാന് പ്രശ്നമാണ്. അല്ല, ഈയിടയ്ക്ക് ഇസ്രായേൽ ഇറാനായിട്ട് നേരിടുത്തം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു രക്ഷയില്ലെങ്കിൽ. പക്ഷേ പിന്നീട് അതങ്ങ് പോയി. അമേരിക്ക ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, പക്ഷേ ഞങ്ങൾ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നെതന്യാഹു അമേരിക്കയിൽ പോയിരുന്നല്ലോ, ചർച്ച നടത്തിയിട്ട് വന്നതാണല്ലോ. അപ്പോൾ അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്ക. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുവാണ്, അങ്ങനെ പ്രശ്നമുണ്ട്. ട്രംപ് മുതലെടുക്കുന്നു അവർക്കറിയാം. അതാണ് ഈ ബൈഡനൊക്കെ നേരിടാൻ പോകുന്ന പ്രശ്നം. കാരണം ട്രംപിന് ഇക്കാര്യത്തിലൊന്നും ആശയക്കുഴപ്പമില്ലല്ലോ. അതെ അതെ അതെ, ചുട്ടരിക്കാൻ പറയും. ചമ്മൻ പറഞ്ഞ് ഇറാനെ നമുക്ക് കത്തിച്ചേക്കാം. അല്ല, മാത്രമല്ല ബൈഡനെ പറ്റി ഒരു അബദ്ധം എന്ന് വെച്ചാൽ ഈ പിന്നെ ഇസ്രായേലിനുള്ള ആയുധങ്ങൾ, വലിയ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ തൽക്കാലം പെൻഡിങ്ങിൽ വെച്ച് അയക്കേണ്ടതെന്ന് പറഞ്ഞു ഇസ്രായേലിലേക്ക്. അത് അമേരിക്ക ഇസ്രായേൽ ബന്ധം ചെറുതായിട്ടൊന്ന് മോശമാക്കി. പക്ഷേ പിന്നീട് അദ്ദേഹം അവിടെ ചെന്ന് സംസാരിച്ചത് തന്നെ വന്നപ്പോൾ എല്ലാ പ്രശ്നം തീർന്നു. അല്ല, പക്ഷേ ഇത് മുതലെടുക്കും ട്രംപ്. കാരണം അവരെ സംബന്ധിച്ച് ട്രംപിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ജെറുസലേം ക്യാപിറ്റലാക്കാൻ അനുവദിച്ചാണ്. ആലോചിച്ച് നോക്കിയേ, അത്രയും ഒരു ആവേശമുള്ള ആളാണ് ട്രംപ്. അപ്പോൾ എൻ്റെ ചോദ്യം രാജ്മോഹൻ, തിരിച്ചടി ഉണ്ടാവുമോ? ഇറാൻ ആക്രമിക്കുമോ? ഇതൊരു യുദ്ധമായി മാറുമോ? ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ അത് ഇറാനും വലിയ ദുരന്തത്തിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അമേരിക്ക സഹായിക്കുമെന്നുള്ള തീർച്ചയാണല്ലോ ഇസ്രായേലിനെ. മാത്രമല്ല ഈ ഇറാനെ സംബന്ധിച്ച് അവർക്ക് വലിയ സൈനിക ബലമുള്ളൊരു രാജ്യമാണ്, ഒരുപാട് സൈനികരുണ്ട്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള ഈ ആയുധകലയിൽ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല. പറ്റത്തില്ല. ആയുധത്തിലും രഹസ്യാന്വേഷണം, മൊസാദെ പോലെ ഒന്ന് CIA തോൽപ്പിക്കുന്ന ഒരു വിദ്യയാണ് വേറെയിലുള്ളത്. ഇവരുടെ സഹായത്തോടെ അവിടെ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പായി, ഈ പ്രശ്ന പരിഹാരമില്ല. അതായത് ഇപ്പോൾ വെടിനിർത്തലിൻ്റെ ചർച്ചകളൊക്കെ പലത് നടന്നല്ലോ. അടുത്ത കാലത്ത് നിർത്തിയായിരുന്നു തോന്നുന്നല്ലേ? ആദ്യം നവംബറിൽ നടത്തി. നവംബറിൽ ഒരു ചെറിയ നടന്നില്ല. ഇല്ല. ഈ അടുത്ത കാലത്ത് ദീർഘകാലം എന്ന് പറഞ്ഞത് ഒന്നും നടന്നില്ല. എല്ലാം ചർച്ചകളിലൂടെ അങ്ങോട്ട് പോവുകയായിരുന്നു. ഇവർ മുന്നോട്ട് വെച്ചു കുറേ നടപ്പില്ലാത്ത കാര്യങ്ങൾ ഹമാസ്. അത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ഇസ്രായേലും പറഞ്ഞു. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇനിയിപ്പോൾ അവർ ഇനിയിപ്പോൾ അവർ 1-2 നേതാക്കളെ, സിൻഹർ അടക്കം 2-3 നേതാക്കളെ കൂടെ തീർക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് തീർച്ചയായും വൈകാതെ. അതോടുകൂടി ഇറാൻ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഇറാൻ ബുദ്ധി ഉണ്ടെങ്കിൽ അനങ്ങാതിരിക്കും. പക്ഷേ ഇറാൻ്റെ മണ്ണിൽ പോയി കൊന്നതുകൊണ്ടാണ്. അതായത് ഈ സിറിയയിലെ ഇറാൻ്റെ എംബസി ആക്രമിച്ചപ്പോൾ പോലും ഇറാൻ പ്രകോപിതനായി. അതിനാണ് അവരൊരു തിരിച്ചടി കൊടുത്തത്. അതിഥിയായി എത്തിയ ഒരാളിനെ അതിഥിയായി എത്തിയ
അവർ സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരാളെ കൊന്നു എന്ന് പറഞ്ഞ് ഇറാൻ സഹിക്കാൻ പറ്റത്തില്ല. ഇത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, പുതിയ പ്രസിഡന്റ് അത്രയും തീവ്രവാദി അല്ല. അപ്പം അത് പക്ഷേ പരമോന്നത നേതാവുണ്ട്. അപ്പം തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമുണ്ട്. എന്തായാലും സൗദി മുതലായ രാജ്യങ്ങൾ അല്ലെങ്കിൽ UAE മുതലായ രാജ്യങ്ങൾ അവർ പ്രതിഷേധിക്കും, പക്ഷെ അവർ മൗനം പാലിക്കത്തുള്ളൂ. അവർക്കും ഇഷ്ടം ഈ ഹമാസ് അങ്ങ് തീർന്നു പോകാനാണ്, അല്ലേ? തീർച്ചയായും. ഇവർക്കൊക്കെ ബേസിക്കലി മാത്രമല്ല, നാളെ ഈ തീവ്രവാദികൾ അവിടെ എല്ലാം എത്താമല്ലോ. അത് അങ്ങനെ ഒരു ഭീഷണി അവിടെ എപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പം എന്തായാലും ഹമാസ് ഇല്ലാതാക്കും എന്നുള്ള ഇവരുടെ പ്രഖ്യാപനം, നെതന്യാഹുവിന്റെ പ്രഖ്യാപനം, അത് സാധിച്ചേക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും. ഏതോ ബൈബിളിൽ കിടക്കുന്ന പോലെ ഏത് നക്ഷത്രങ്ങൾക്കിടയിൽ പോയി ഒളിച്ചിരുന്നാലും നിന്നെ ഞാൻ തീർക്കും. നമ്മുടെ ഈ അൻവർക്ക ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഞാൻ എൻ്റെ പേര് കേസുണ്ടായപ്പോൾ അൻവർക്കായുടെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഏത് നക്ഷത്രങ്ങൾക്കിടയിൽ പോയി ഒളിച്ചിരുന്നാലും നിന്നെ ഞാൻ താഴെ ഇറക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഓർമ്മയില്ലേ? അല്ല, നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ മോൺട്രിയൽ ഒളിമ്പിക്സിൽ അവിടെ ചെന്ന് ഇസ്രായേൽ കായിക താരങ്ങളെ കൊന്നവരെ മുഴുവൻ ഈ മൊസാദെ ഓരോരുത്തരെ അന്വേഷിച്ചു തോന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് നക്ഷത്രങ്ങൾക്കിടയിലായിരുന്നു ഞാൻ ഒളിച്ചിരുന്നത്. കാരണം ഇസ്രായേലിനെ സേഫായ സ്ഥലത്തല്ലേ ഇരുന്നത്, ഖത്തറിൽ. അത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടും തീർത്ത് കളഞ്ഞു. അപ്പം ഹമാസിന്റെ അന്ത്യം ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ. ഉറപ്പാണ്. ഹമാസ് അവസാനിക്കാറായിരിക്കുന്നു. ഹമാസിനെ അവസാനിപ്പിക്കാതെ ഇസ്രായേലിന് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. കാരണം ഇസ്രായേൽ ജനതയുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. ഇസ്രായേൽ ആത്മവിശ്വാസം വീണ്ടെടുത്തിരിക്കും. ഇസ്മായിൽ ശരിക്കും പറഞ്ഞ ഇസ്രായേലിനെ ആ ഒക്ടോബർ 7 ആക്രമണം ഭയങ്കര ക്ഷീണം ചെയ്തു. തീർച്ചയായും അന്താരാഷ്ട്ര മേഖല എല്ലായിടത്തും അവർക്ക് എതിർപ്പൊന്നുമല്ലോ. അതല്ല അതുമാത്രമല്ല, ഈ ഇസ്രായേലിലേക്ക് ഹമാസ് പോലൊരു ഭീകര സംഘടനയ്ക്ക് കടന്നു കയറി 1200 പേരെ കൊല്ലാനും 250 പേരെ തട്ടിക്കൊല്ലാനും കഴിയും എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഒരു കോൺഫിഡൻസിനെ ബാധിച്ചിരുന്നു. ഇസ്രായേൽ ജനതയുടെ കോൺഫിഡൻസിനെ ബാധിച്ചിരുന്നു. ഇസ്രായേലിന്റെ മേൽ ഒരുപാട് നിറം പിടിപ്പിച്ച കഥകൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് പാശ്ചാത്യ ലോകത്തുണ്ട്. അയൺ ഡോം സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സോവിയറ്റ് യൂണിയൻ ഭയങ്കര സംഭവം നമ്മൾ വിശ്വസിച്ചിരുന്ന മാതിരി ഇസ്രായേലാണെന്ന് ലോകം മുഴുവൻ വിശ്വസിക്കുമ്പോഴാണ് ഇത്രയും സംഭവം ഉണ്ടായത്. ആ ഇസ്രായേലിനുണ്ടായ ക്ഷീണം അവരിപ്പോൾ മാറ്റി. കാരണം ഇറാന്റെ മണ്ണിൽ കയറി ഈ നേതാവിനെ കൊല്ലാനുള്ള കഴിയും. അതേസമയം ഹിസ്ബുള്ളയുടെ നേതാവിനെ കൊല്ലുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട തലവനല്ലെങ്കിലും അയാൾ അവരുടെ ഏറ്റവും മുതിർന്ന കമാൻഡറാണ്. അപ്പം അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ ഇമേജ് അവർ തിരിച്ചു പിടിച്ചു. അവർ എന്താ പറയുക, നമ്മളെ ഹമാസിനെ സംബന്ധിച്ചുള്ള ഹമാസിൻ്റെ ഭാവി ഇരുളടഞ്ഞു. കാരണം ഇനി അവർ ഏത് നേതാവിനെ തിരഞ്ഞെടുത്താലും ഇവർക്ക് വെളി പറയാൻ കഴിയാതാവും. കാരണം ഏറ്റവും പ്രഗത്ഭനെ തീർത്തതോടെ ഏത് നേതാവിനെ തിരഞ്ഞെടുത്താലും ഗാസയിലേക്ക് ഇവർക്ക് ആർക്കും ഇങ്ങോട്ട് വരാനോ പുറത്തോട്ട് ഇറങ്ങാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. എന്തായാലും ഇസ്രായേൽ ഒരിക്കൽ കൂടി അവർക്ക് നഷ്ടപ്പെട്ട മാനം തിരിച്ചു പിടിച്ച് അവരുടെ ജനതയുടെ ആത്മവിശ്വാസം ഉയർത്തിയിരിക്കുന്നു. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടുത്തെ മാധ്യമവും മീഡിയവും തേജസ്സും ഒക്കെ പോരാളികളെന്ന് വിളിക്കുമെങ്കിലും ഭീകര സംഘടന 2018 ഇസ്മായിൽ ഹനി അമേരിക്ക ആഗോള ഭീകരനെ പ്രഖ്യാപിച്ചാണ്. എത്രയോ ആളുകളുടെ 3 തവണ ഇയാൾ ജയിലിൽ പോയിട്ടുണ്ട്, ഇസ്രായേൽ ജയിലിൽ പോയിട്ടുണ്ട്. യാഹ്യ സിൻവർ അറിയപ്പെടുന്നത് ഗാസയിലെ കശാപ്പുകാരനെന്നാണ്. എന്തായാലും ഇസ്രായേൽ അവർ പറഞ്ഞ വാക്ക് പാലിച്ച് മുമ്പോട്ട് പോവുകയാണ്. അമേരിക്ക അവർ ഉറച്ച പിന്തുണയുടെ കൂടെയുണ്ട്. ഇവിടെ കുറച്ച് വിലാപങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഹമാസിനെ തീർത്തേ അടങ്ങൂ എന്നുള്ള അവരുടെ വാശിയിൽ അവർ വിജയിക്കുമെന്ന് തീർച്ച. നന്ദി.